ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ അയൽരാജ്യമായിട്ടുള്ള ചൈന ഇന്ത്യയോട് കാണിക്കുന്ന ഏത് സമീപനവും അല്ലെങ്കിൽ അവരുടെ ഏത് നീക്കവും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മളുടെ ചുവടുവയ്പ്പുകൾ അല്ലെങ്കിൽ ചുവടുകൾ വയ്ക്കേണ്ട ഒരു ആവശ്യം വളരെ അധികം ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോഴല്ല, പണ്ടായാലും ചൈനയെ നമുക്ക് ഒരു രീതിയിലും മറ്റേത് രാജ്യത്തെ നമുക്ക് വേണമെങ്കിൽ പാകിസ്ഥാനെ വിശ്വസിക്കാം. പക്ഷെ നമുക്ക് ചൈനയെ ഒരു രീതിയിലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. കാരണം അവരുടെ ലക്ഷ്യങ്ങൾ വളരെ നിഗൂഢമാണ്. അവരുടെ ലക്ഷ്യങ്ങൾ വളരെ, എന്താണ് പറയുന്നത്, വളരെ കൃത്യമാണ്. അപ്പം അതുകൊണ്ട് അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും അവരുടെ ഒഫീഷ്യൽ തലത്തിൽ നിന്ന് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ അവരുടെ ഒരു നീക്കങ്ങളും അവർ നമുക്ക് കൈതരുവാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഷെയ്ക്ക് ഹാൻഡിൻ്റെ പിന്നിലും ഒരു ട്രച്ചറി അല്ലെങ്കിൽ ഒരു ബാക്ക് സ്റ്റാബിങ്, ഒരു പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു എലമെൻ്റ് അതിനകത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് നമ്മളുടെ ഭരണകൂടം ഭരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഉണ്ടായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ അറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും ചൈന ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള എത്രയൊക്കെ പഞ്ചസാര വാക്കുകൾ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയോടൊക്കെ നിന്നുകൊണ്ട്, പക്ഷേ ഇപ്പോഴും ഒരു പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും കൈവിടാതെയോ ഉപേക്ഷിക്കാതെയോ അല്ലെങ്കിൽ അവർ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും പാകിസ്ഥാന് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ നിലപാടല്ല ഇന്ത്യയോട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് നമുക്കിപ്പോൾ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണിത്. ചൈന ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത പ്രതിരോധ ബന്ധങ്ങൾ പുലർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ഒരു ഉയർന്ന ഔദ്യോഗിക തലത്തിൽ നിന്നുള്ളൊരു റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോർ മിലിറ്ററി എക്സ്ചേഞ്ചസ് വിത്ത് ഇന്ത്യ. ചൈന ഇന്ത്യയുമായിട്ട് കൂടുതൽ മിലിറ്ററി എന്ന് വെച്ചാൽ സൈനികപരമായിട്ട് അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ കൂടുതൽ. കാരണം ഇപ്പം നമുക്കറിയാം, ഇന്ത്യയും ചൈനയും തമ്മിൽ സൈനികപരമായിട്ട് യാതൊരു ബന്ധങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് പാകിസ്ഥാനോട് ഈ പറഞ്ഞ തരത്തിലുള്ള ബന്ധങ്ങളൊന്നുമില്ല. മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഏറിയും കുറഞ്ഞൊക്കെ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇതുപോലുള്ള ബന്ധങ്ങൾ, നമ്മൾ ഇന്ത്യയെ സഹായിക്കുകയും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സപ്പോർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ചൈനയായിട്ട് നമുക്ക് ഒട്ടുമില്ല, പാകിസ്ഥാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ സൈനിക പ്രതിരോധ മേഖലയിലൊന്നും തന്നെ ബന്ധങ്ങളൊന്നുമില്ല. ചൈനയായിട്ട് നമുക്ക് ആപ്പാടെ ഉള്ളത് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്നെ ട്രേഡ്, അതുപോലുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചൈനയായിട്ട് നമുക്കുള്ള ബന്ധം, ചൈനയ്ക്ക് നമ്മളുമായിട്ടുള്ള ബന്ധം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചൈന ഇപ്പോൾ ഇതൊരു അടവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയത്തില്ല, നമ്മളുടെ ഉന്നതതലത്തിൽ ഉള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കാം. പക്ഷേ ഇത് ഇന്ത്യ വളരെ സൂക്ഷ്മതയോട് കൂടി തന്നെയാണ് ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്, സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതും. അല്ലെങ്കിൽ സൂക്ഷ്മതയോട് കൂടി വേണം നമ്മൾ ചൈനയുടെ ഓരോ നീക്കവും നമ്മൾ തീർച്ചയായിട്ടും അതിനെ എൻഗേജ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചൈനയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയത്തില്ല. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇന്ത്യയോട് കളി നടക്കത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ചൈനയ്ക്ക് അടുത്ത സമീപകാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഓപ്പറേഷൻ സിന്ദൂറൊക്കെ പ്രത്യേകിച്ച് നമുക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചാണ്. ഇന്ത്യയുടെയും ചൈനയുടെയൊക്കെ വെപ്പൺസിൻ്റെ ഒരു എന്താ പറയുന്നത് പെർഫോമൻസ് ഒക്കെ തന്നെ ചൈനയ്ക്കും ലോകത്തിനും ഒക്കെ മനസ്സിലാക്കിയതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയ്ക്കൊരു പുതിയ തിരിച്ചറിവ് ഇന്ത്യയെക്കുറിച്ച്, പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്നുള്ളത് ഒരുപക്ഷെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. പിന്നെ അത് തന്നെയല്ല, നമുക്കിപ്പം ഒരു എന്താ പറയുക, ക്രിയാത്മകമായിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻസ് എപ്പോഴും വളരെ അത്യാവശ്യമാണ് ഇരു രാജ്യങ്ങൾ തമ്മിലും. പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾക്ക് ക്രിയാത്മകമായിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻസ്, പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയെ പോലെ വലിയ രണ്ട് രാജ്യങ്ങളും പിന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങൾക്കും വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ബയലാറ്ററൽ റിലേഷനും വളരെ അത്യാവശ്യമാണ്. ഒരുപക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈനയുടെ ഈ ഒരു പ്രായോഗികമായിട്ടുള്ള ഈ അപ്രോച്ചെങ്കിൽ അത് നമുക്ക് വെൽക്കം ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ വളരെ സൂക്ഷ്മതയോട് മാത്രമേ നമുക്കിത് കൈകാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ക്ലോസർ ടൈ അല്ലെങ്കിൽ അടുത്ത ബന്ധം എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ബയലാറ്ററൽ വിസിറ്റ് എന്നുവെച്ചാൽ ഉന്നത തലത്തിലുള്ള നമ്മളുടെ സൈനികപരമായിട്ടുള്ള നമ്മളുടെ ഒഫീഷ്യൽസും അവരുടെ ഒഫീഷ്യൽസും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ മിനിസ്റ്റീരിയൽ ലെവലിലുള്ളതും ബ്യൂറോക്രാറ്റിക് ലെവലിലൊക്കെയുള്ള ആൾക്കാരുമായിട്ട് പരസ്പരമുള്ള ചർച്ചകൾ, വിസിറ്റുകൾ. പിന്നെ ചൈനീസ് മിലിറ്ററി ഒഫീഷ്യൽസ് ഇങ്ങോട്ട് വരുന്നു, ഇന്ത്യയുടെ മിലിറ്ററി ഒഫീഷ്യൽസ് അങ്ങോട്ട് പോകുന്നു. എന്നുവെച്ചാൽ ഉന്നതതലത്തിൽ നമ്മുടെ ആർമി ചീഫ് അല്ലെങ്കിൽ എയർ ചീഫ് അല്ലെങ്കിൽ നേവൽ ചീഫ് അങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് സെക്രട്ടറി അങ്ങോട്ട് പോകുന്നു, ഡിഫൻസ് മിനിസ്റ്റർ അങ്ങോട്ട് പോകുന്നു, അവരുടെ ഡിഫൻസ് മിനിസ്റ്ററെ കാണുന്നു.
കൂടുതൽ എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ സൈനികപരമായിട്ടുള്ള അല്ലെങ്കിൽ മിലിറ്ററി പരമായിട്ടുള്ള സേനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. പിന്നെ കോട്സി കോൾ ആയിരിക്കും ഇത്, ഡെലിഗേഷൻ ലെവൽ ടോക്സ് ആയിരിക്കും, അതുപോലെ തന്നെ മിലിറ്ററി എക്സസൈസ് വരെ ഒരുപക്ഷെ സംഭവിക്കാം. കാരണം ഇതാണല്ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികപരമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യക്ക് മറ്റൊരു രാജ്യത്തിനോടുള്ള ക്ലോസർ മിലിറ്ററി റിലേഷൻ ഇപ്പം ചൈന റഷ്യ ആയിട്ടെന്നൊക്കെ നമ്മൾ അവരുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ആംസിന്റെ പർച്ചേസ് സെയിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇന്റലിജൻസ് ഷെയറിങ്, മിലിറ്ററി എക്സസൈസ്. മിലിറ്ററി എക്സസൈസ് അത് പിന്നെ കരസേനയുടെ ആകാം, വ്യോമസേനയുടെ ആകാം, നേവിയുടെ ആകാം. അങ്ങനെ പല രീതിയിലുള്ള മിലിറ്ററി എക്സസൈസ് നടത്താം. അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികപരമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ഇംപ്രൂവ് ചെയ്താൽ സംഭവിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ തന്നെയല്ല. പക്ഷേ ഇന്ത്യയും ചൈനയുമായിട്ട് നേരത്തെ ചെറിയ ലോവർ ലെവൽ മിലിറ്ററി എക്സസൈസ് ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് ചൈനയുടെ ഇങ്ങനൊരു നിലപാട് മാറ്റം നമ്മൾ കേട്ട പാടെ കേൾക്കാത്ത പാടെ നമ്മൾ എടുത്തിയാടി ചൈനയ്ക്ക് കൈ കൊടുക്കാൻ പോകരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത് നമുക്ക് അപകടം ചെയ്യും. നമ്മൾ ഹിസ്റ്ററി എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചൈനയായിട്ട് നല്ല ബന്ധങ്ങൾ അത്യാവശ്യമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ചൈനയെ ഒരു സ്വ- ഏഹ് ഏഹ് ചൈന ചൈന നമ്മൾ ഏഹ് ബന്ധങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചൈന എപ്പോഴും നമ്മളൊരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് മാത്രമേ ചൈനയോട് നമ്മൾ ഇടപെടാവൂ. കാരണം ഇന്ത്യയുടെ വളർച്ചയെ ഏത് വിധേനയും തടയുക എന്നുള്ളതാണ് ചൈനയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചൈനയുടെയും അമേരിക്കയുടെ എല്ലാം ലക്ഷ്യം അത് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ വളർച്ച ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒരു എന്താണ് പറയുന്നത് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ചൈനയ്ക്കായിരിക്കും ഭാവിയിൽ. ഇപ്പോൾ നമ്മൾ തമ്മിൽ നല്ല അന്തരം ഉണ്ടെങ്കിൽ തന്നെയും GDP-യുടെ കാര്യത്തിലൊക്കെ വലിയ അന്തരം ഉണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും നമ്മളുടെ മുമ്പോട്ടുള്ള ഒരു ഫോർവേഡ് മാർച്ചിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. കാരണം ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും വളർച്ചയുടെ പാതയിലാണ്. അപ്പം ഈ വളർച്ചയുടെ ഈ ഒരു ഗ്രോത്ത് ട്രാജക്ടറി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മുമ്പോട്ട് വളരുന്നൊരു സാമ്പത്തിക ശക്തിയായിട്ട് നമ്മൾ മാറും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയങ്ങളൊന്നുമില്ല. കാരണം ലോകത്തിലെ ഇന്ന് തീർച്ചയായിട്ടും പല രാജ്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാനും ബിസിനസ് ചെയ്യാനും ഒക്കെ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയെപ്പോലെ ചൈന, അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ സാധിക്കത്തില്ല ഭാവിയിൽ. തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് തൽക്കാലം ഇല്ലെങ്കിൽ തന്നെയും ചൈനയ്ക്ക്. കാരണം ഇനിയും നമ്മൾക്ക് മുമ്പിൽ നമുക്ക് പിന്നെ മറികടക്കാനുള്ളത് ജപ്പാനുമായിട്ട് ഏകദേശം നമ്മൾ ഒരു പാരിറ്റിയിൽ എത്തിക്കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ മുമ്പിൽ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം മാത്രമേ ഉള്ളൂ. അപ്പം അതിന് പക്ഷേ നമുക്ക് മറ്റ് വലിയ പ്രതിസന്ധികളൊന്നും നേരിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ 2026, 27 കാലഘട്ടത്തിനുള്ളിൽ ഒരു പക്ഷേ ജർമ്മനിയെ നമുക്ക് GDP-യിൽ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ വന്നപ്പോൾ ഇന്ത്യക്കെതിരെ ഈ ടാരിഫ് വാർ ഇപ്പം എന്നുവെച്ചാൽ ഈ വ്യാപാര ഏഹ്, മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ മുകളിൽ കൂടുതൽ ടാരിഫ് ഏർപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളൊക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും. അപ്പോൾ ചൈനയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സാമ്പത്തികമായിട്ട് ഞെരുക്കുക അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ഏത് രീതിയിലും തടസ്സപ്പെടുത്തുക. അപ്പോൾ അതിന് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ അവരുടെ പ്രോക്സിയാണ്, രണ്ടുപേരുടെയും പ്രോക്സിയാണ്. അപ്പോൾ രണ്ടുപേർക്കും പാകിസ്ഥാനെ ഫലപ്രദമായിട്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന പരിപാടികൾ പാകിസ്ഥാനിൽ കൂടെ ആസൂത്രണം ചെയ്ത് തീർച്ചയായിട്ടും അവർക്ക് ഇന്ത്യയെ എന്താണ് പറയുന്നത് ഒരു ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് ചൈനയായിട്ട് നമ്മൾ ഏത് രീതിയിൽ ഇടപെടുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് വേണം ഇന്ത്യ എപ്പോഴും ചൈനയായിട്ട് ഏത് രീതിയിലുള്ള സഹകരണം ഉറപ്പുവരുത്താനോ അല്ലെങ്കിൽ ചൈനയോടുള്ള ഏത് സമീപനവും നമ്മൾ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ കോഷൻ അല്ലെങ്കിൽ എക്സ്ട്രോഡിനറി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്കുണ്ടാകും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യയും ചൈനയും തമ്മിൽ ചെറിയ മിലിറ്ററി എക്സസൈസുകളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ ഇന്ത്യ ചൈന ബന്ധങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്ക് അതിലേക്ക് പോകാൻ നമുക്ക് സാധിക്കത്തില്ല. ഈ പരസ്പരം ഇരു രാജ്യങ്ങളും തമ്മിൽ പിൽഗ്രിമേജസിൻ്റെ കാര്യം, അതുപോലെ ബിസിനസ്, ട്രേഡ് ആക്ടിവിറ്റി, ടൂറിസം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്കറിയാം ഗാൽവാൻ്റെ സമയത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളൊക്കെ ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു.
അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ ചൈനയാണ്. ഏകദേശം $100 ബില്യൺ ട്രേഡ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ട്. പക്ഷേ അതിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രയോജനം ചൈനയ്ക്കാണ്. വലിയ ട്രേഡ് സർപ്ലസ് ആണ് ചൈനയ്ക്ക് ഇന്ത്യക്കെതിരെ ഉള്ളത്. അതും ഒരു വൺ വേ, കാരണം അതിനകത്ത് നിന്നും ചൈന യാതൊരു രീതിയിലുള്ള കോംപ്രമൈസ് ഉണ്ടാക്കുവാനും, എന്നുവെച്ചാൽ ഇന്ത്യക്ക് പ്രയോജനകരമായ രീതിയിൽ ഒരു രീതിയിലുള്ള നിലപാടുകൾ എടുക്കുവാനും ചൈന ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നുവെച്ചാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ചൈനയുടെ മാർക്കറ്റിലെ കൂടുതൽ ആക്സസ് കിട്ടുന്ന ഒരു രീതിയിലേക്ക് അവരുടെ നയങ്ങളെ മാറ്റുകയോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ടൊരു ഇത്ര അകൽച്ച, എന്നുവെച്ചാൽ ട്രേഡിൽ ഇത്രയും ഈ ഏകപക്ഷീയമായിട്ട് ചൈനയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജിനെ ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ പരിഹരിച്ച് ഇന്ത്യക്കൂടെ ഗുണകരമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്കൂടെ അനുകൂലമാകുന്ന രീതിയിലൊക്കെ സാമ്പത്തിക നയങ്ങളെ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെ മയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെ മാറ്റിയെടുക്കുന്ന ഒരു നിലപാടോ സ്റ്റാൻഡോ ഒന്നും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കും ചൈനയുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ ഗവൺമെൻറ്, ഭരിക്കുന്ന ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായിരിക്കും നമുക്ക്, എന്നാലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. അത് പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ തീർച്ചയായിട്ടും ചൈന സൈനികപരമായിട്ട് ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ കൂടുതൽ അടുക്കണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഒരു കൈ അകലത്തിൽ നിർത്തുന്നതായിരിക്കും നമുക്ക് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ചൈനയിൽ നിന്ന് വൻതോതിൽ ഇലക്ട്രോണിക് ഗുഡ്സ്, ടെലിഫോൺസ്, അങ്ങനെ പല മേജർ ഐറ്റംസ് എല്ലാം തന്നെ ചൈന ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു ഡംപിങ് യാർഡായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. പല രാജ്യങ്ങളും അങ്ങനെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ ഇത്രയും വലിയൊരു മാർക്കറ്റൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു ഡംപിങ് യാർഡായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള ഈ പല വ്യവസായങ്ങളും അടച്ചുപൂട്ടേണ്ട ഭീഷണിയിലൊക്കെ തന്നെയാണ്. കാരണം ചൈനയിൽ നിന്നും വളരെ വിലക്കുറച്ച് അവർ ഈ പറഞ്ഞ സാധനങ്ങൾ ഡംപ് ചെയ്യുന്ന പ്രവണത ചൈനയുടെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ട്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാലങ്ങളായിട്ട്. അപ്പോൾ അതിൻ്റോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രതിരോധ മേഖലയിൽ അവരുമായിട്ട് ബന്ധം ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചൈന ഏത് തരത്തിലുള്ള ആഗ്രഹമായിരിക്കും അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തോടെ ആയിരിക്കും അത് സമീപിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ചൈനയോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത്, ഗാൽവാൻ ഇഷ്യൂ നമുക്കറിയാം. ഗാൽവാൻ ക്ലാഷിൽ അത് ശേഷം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാവുകയും, പക്ഷേ ഇപ്പോൾ ഏകദേശം ബോർഡറിലൊക്കെ തന്നെ കാര്യങ്ങൾ സ്റ്റേബിളായി വരികയാണ്. പക്ഷേ ഇന്ത്യക്ക് ചൈനയുമായിട്ടുള്ള ബന്ധം ഒരു ബെറ്ററായി എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ ചൈനയുടെ ട്രൂപ്പുകൾ ഗാൽവാന് മുമ്പുള്ള പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്താൽ മാത്രമേ അത് നമുക്ക് തീർച്ചയായിട്ടും നല്ല റിലേഷൻ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ട്. ബാക്കി ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. പിൽഗ്രിമേജ് റെസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പിന്നെ എന്താ പറയുന്നത്, ഈ എയർലൈൻസിൻ്റെ സർവീസുകൾ റെസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ട്രേഡും അല്ലെങ്കിൽ ടൂറിസവും ഒക്കെ തന്നെ അതിനുശേഷം മെച്ചപ്പെട്ടുണ്ടെങ്കിൽ തന്നെയും ചൈനയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം ആ ഒരു ക്ലാഷിൽ ഏകദേശം 22 ഇന്ത്യൻ 20 22 20 22 ഇന്ത്യൻ സോൾജേഴ്സ് മരിച്ചു എന്നുള്ളൊരു റിപ്പോർട്ടാണ്. പക്ഷേ ചൈനയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ എത്രയാണ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് അറിയില്ല. കാരണം നമുക്കറിയാം ചൈന അവരെ ഏത് രീതിയിലാണ് അവരുടെ മീഡിയയും സെൻസറിങ്ങും ഒക്കെ തന്നെ അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യയെക്കാൾ കൂടുതൽ അവർക്ക് പിന്നെ അവരുടെ സോൾജിയേഴ്സിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഡിസെൻഗേജ്മെൻറ്റ് പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സക്സസ്ഫുൾ ആണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ അതിന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം രണ്ട് രാജ്യങ്ങൾക്കും ഒരു യുദ്ധത്തിലേക്ക്, ഒരു ലിമിറ്റഡ് വാറായാലും ശരി, ഒരു ഫുൾ ഫ്ലഡ്ജ് വാറായാലും ശരി, അതിലേക്ക് പോകുക എന്നുള്ളത് ഇരു രാജ്യങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. അതുതന്നെയല്ല, അത് അമേരിക്കയെ പോലെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ വക നൽകുകയും, കാരണം റിയാലിസ്റ്റിക്കലി ഒത്തിരി നാളായിട്ട് അമേരിക്കയ്ക്ക് ഈ ഇരു രാജ്യങ്ങളെയും തമ്മിൽ യുദ്ധത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. കാരണം അതിൽ നിന്ന് ഒത്തിരി അഡ്വാൻറ്റേജസ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. പക്ഷേ ഇരു രാജ്യങ്ങളും ഏകദേശം വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവരുടെ ബന്ധങ്ങൾ, ബൈലാറ്ററൽ റിലേഷൻസ്
കൈകാര്യം ചെയ്യുന്നതിൽ ഏറെക്കുറെയൊക്കെ വിജയിച്ചു. പക്ഷേ ഡോക്ലാമും ഈ പറഞ്ഞ ഗാൽവാനും എന്നുള്ള ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്പം കൈവിട്ട കളിയായിരുന്നു രണ്ട് രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുള്ളത്. അത് ഏകദേശം വീണ്ടും അത് റിലേഷൻസ് സ്റ്റേബിൾ ആക്കാനും കൂടുതൽ ശക്തമായിട്ടുള്ളൊരു എന്താ പറയുന്നത് ഒരു സ്റ്റേബിൾ റീജിയൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇരു രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ നമുക്ക് ചൈനയെ അങ്ങനെ കൊണ്ട് ട്രസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പാകിസ്ഥാൻ എന്നുള്ളൊരു കാരണമാണ്. അത് നമുക്ക് പറയാം. അപ്പോൾ റെഗുലർ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും. മിലിറ്ററി കമാൻഡേഴ്സും അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് ലെവലിലും ഒക്കെ തന്നെ മീറ്റിംഗുകൾ നടക്കുന്നുണ്ട്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ലെവലിലൊക്കെ തന്നെ ബ്രിഗേഡ് ആൻഡ് ഡിവിഷൻ ലെവൽ കമാൻഡേഴ്സ് അവരൊക്കെ തന്നെ പരസ്പരം ഒത്തിരി വട്ടം ചർച്ചകളൊക്കെ നടത്തിയാണ് ഏകദേശം ഈ കോൺഫ്ലിക്റ്റ് എന്നുള്ള ഒരു കണ്ടീഷൻ ഇപ്പോൾ സ്റ്റേബിളാക്കി ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിഷയം സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഇരു രാജ്യങ്ങൾക്കും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നമുക്ക് ചൈനയെ ഒരു രീതിയിലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഇത്രയൊക്കെ ആയിട്ടും ചൈന ഒരു ഉറപ്പ് നമുക്ക് തരുന്നില്ല. കാരണം പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്, വളരെ ദൃഢമാണ്. നമുക്കറിയാം പാകിസ്ഥാൻ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ചൈനയുടെ പ്രോക്സി ആയിട്ടും ഒക്കെ തന്നെ ഇന്ത്യ വിരുദ്ധ പരിപാടികൾ എങ്ങനെയാണ് ഏർപ്പെടുന്നുള്ളതെന്ന് നമുക്കറിയാം. ചൈന ആണ് പാകിസ്ഥാന് എല്ലാവിധ സഹായങ്ങളും നൽകുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെയുള്ള നീക്കുപോക്കുകളിൽ. പാകിസ്ഥാന്റെ 80% ഏറെ ആയുധങ്ങൾ ചൈനയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ചൈന പാകിസ്ഥാൻ റിലേഷൻ ആണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നമുക്ക് ചൈനയെ സസ്പെക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചൈനയെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചൈനയുടെ ചൈന പാകിസ്ഥാൻ കൊടുക്കുന്ന റിലേഷൻസും സപ്പോർട്ടുമാണ്. ഹെൽപ്പ് റിലേഷനില്ല, ചൈന പാകിസ്ഥാൻ കൊടുക്കുന്ന ഹെൽപ്പും സപ്പോർട്ടുമാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ പഹൽഗാം ടെറർ അറ്റാക്കിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ സൈനികരമായിട്ടുള്ള നടപടി എടുക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ചൈന പാകിസ്ഥാൻ അകമഴിഞ്ഞ സഹായങ്ങളാണ്, മിലിറ്ററി അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള സഹായങ്ങൾ നൽകിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ J-17 ഫോർത്ത് ജനറേഷൻ ഫൈറ്റർ പ്ലെയിന് ഇരു രാജ്യങ്ങളും കൊളാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയാണ്. അപ്പോൾ ചൈനയും പാകിസ്ഥാനും തമ്മിൽ അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള റിലേഷൻസ് ഉണ്ട്. അവരുടെ JF-17 ഫൈറ്റർ, ചൈനീസ് വെപ്പൺസ്, മിസൈൽസ് ഇതെല്ലാം ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പാകിസ്ഥാനിൽ ചൈന എത്തിച്ചിട്ടുണ്ട്. കാരണം ബൈ ചാൻസിൽ ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ഈ ആയുധങ്ങളൊക്കെ തന്നെ, അത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് സമാധാന ചർച്ചകൾ നടക്കുകയും അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധങ്ങൾ കൂടുതൽ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു സമയത്താണ് ചൈന ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൊണ്ട് നമുക്ക് ചൈനയെ ഒരിക്കലും ചൈനയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ അവരുടെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് സമീപനവും നമുക്ക് ഒരു രീതിയിലും വിശ്വസിക്കാൻ കഴിയില്ല. അതിന് നമ്മൾ കൈകൊടുക്കാൻ പോകരുത്. സൈനികപരമായിട്ടുള്ള റിലേഷൻസ് ഒക്കെ തന്നെ ചൈനയെ നമുക്ക് കൂടുതൽ എപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന നമുക്ക് ഉറപ്പ് തരിക ചൈനയും പാകിസ്ഥാനും തമ്മിൽ യാതൊരുവിധ ബന്ധങ്ങളും ഉണ്ടാകത്തില്ല എന്ന് ചൈന നമുക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചൈനയായിട്ട് കൂടുതൽ ഈ മേഖലകളിലൊക്കെ തന്നെ നമുക്ക് എന്താണ് പറയുന്നത് കൂടുതൽ സഹകരിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ചൈനയെ ഒരു കാരണം ഇരു രാജ്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണലി ട്രസ്റ്റ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ കുറവാണ്. ചൈനയ്ക്ക് ഇന്ത്യയോടും ഇല്ല, അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യക്ക് ചൈനയോടും ട്രസ്റ്റ് ഇല്ല. കാരണം നമുക്കറിയാം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് അങ്ങനെ അഗ്രസീവായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് എപ്പോഴും അങ്ങനൊരു നിലപാടൊന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ത്യ ഏകപക്ഷീയമായിട്ട് ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുകയോ അല്ലെങ്കിൽ അതിർത്തി കടന്ന് നമ്മൾ അതിർത്തി മാന്തി അല്ലെങ്കിൽ ബോർഡറിൽ പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെയുള്ള രാജ്യമൊന്നുമില്ല. പക്ഷേ നേരെ മറിച്ച് ചൈനയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചൈനയെ നമുക്ക് ഒരു രീതിയിലും ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു കാരണം കൊണ്ടും പിന്നെ ചൈന പാകിസ്ഥാന് കൊടുക്കുന്ന അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും നമുക്ക് ചൈനയെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ചൈനയുടെ ഇതുപോലുള്ള നീക്കങ്ങളും അല്ലെങ്കിൽ ഇത്തരം നമ്മളോടുള്ള സമീപനങ്ങളും ഒക്കെ തന്നെ നമുക്ക് വളരെ ഒരു കോഷ്യസ് ആയിട്ട് മാത്രമേ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ചൈനയുമായിട്ട് തൽക്കാലം നമുക്ക് മിലിറ്ററി റിലേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. തൽക്കാലം അവർ ബെറ്ററായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് നിലനിൽക്കുക. അപ്പോൾ അതിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു രീതിയിലുള്ള കോംപ്രമൈസ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റോ ഒന്നും തന്നെ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ നിലപാടുകൾ എടുക്കുക. പിന്നെ ബാക്കിയുള്ള റിലേഷൻസൊക്കെ ട്രേഡ്
പിന്നെ അതുപോലുള്ള വ്യാപാരം, എക്കണോമിക് റിലേഷൻസ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്താം നമുക്ക് ചൈനയുമായിട്ട്. കാരണം അത് നമുക്ക് തീർച്ചയായിട്ടും അതൊരു ഗിവ് ആൻഡ് ടേക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. കാരണം പരസ്പരം നമുക്ക് ഇന്ത്യക്ക് കൂടുതൽ ചൈനയുമായിട്ട് നമ്മൾ ഈ പറഞ്ഞ റിലേഷൻസ് സ്ട്രെങ്തൻ ചെയ്യുമ്പോഴും നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ കഴിയുന്നത് നമ്മളുടെ ഈ ചൈനയുമായിട്ടുള്ള വ്യാപാര ഇപ്പം ട്രംപ് എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇങ്ങനെ നിലപാടെടുക്കുന്നത് പൊതുവെ പറയാം, അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് ഈ വ്യാപാര ചുങ്കം, ഈ ടാരിഫ് എന്തുകൊണ്ടാണ് അവർ ഏർപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപ് പറയുന്നത് അമേരിക്കൻ മാർക്കറ്റിലേക്ക്, ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ട് മറിക്കുകയാണ്. കാരണം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഈ രാജ്യങ്ങളൊന്നും മേടിക്കുന്നുമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അമേരിക്കയ്ക്ക് ഈ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റാണ്, അല്ലെങ്കിൽ വ്യാപാര കമ്മിയാണുള്ളത്. അപ്പോൾ അതുപോലെ ട്രംപ് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ശക്തമായിട്ടുള്ള ഈ ഒരു ട്രേഡ് വാർ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടൊക്കെ, ഇൻക്ലൂഡിങ് ഇന്ത്യ ആയിട്ടൊക്കെ. അപ്പോൾ അതുപോലെ ഇന്ത്യക്കും തീർച്ചയായിട്ടും ചൈനയ്ക്കെതിരെ ശക്തമായിട്ടുള്ളൊരു ഈ ഇക്കണോമിക് സ്പിയറിൽ, അല്ലെങ്കിൽ സമ്പദ് മേഖലയുടെ കാര്യത്തിൽ, കാരണം ഇത്രയും വലിയൊരു അന്തരം ട്രേഡ് സർപ്ലസ് ചൈനയ്ക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ അപകടകരമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് അവൻ സാധനങ്ങളെല്ലാം കൊണ്ട് വിറ്റഴിച്ചിട്ട് നമ്മുടെ പൈസ കൊണ്ട് പാകിസ്ഥാനെ സഹായിക്കുക, എന്നിട്ട് പാകിസ്ഥാനെ കൊണ്ട് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുക, ശല്യപ്പെടുത്തുക എന്നുള്ളൊരു നയം തീർച്ചയായിട്ടും ശരിയല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളരെ ശക്തമായിട്ടുള്ള നിലപാട്, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക അന്തരം മാറ്റുവാൻ വേണ്ട നിലപാടുകൾ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകൊണ്ടാണ്. അതുകൊണ്ട് കൂടുതൽ ചൈനയോട് ഡിമാൻഡ് ചെയ്തിട്ട് നമുക്ക് അവരുടെ മാർക്കറ്റിനെ ഓപ്പൺ അപ്പ് ചെയ്ത് കിട്ടുക, നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അതുപോലെ തന്നെ അവർ നമ്മുടെ മാർക്കറ്റിൽ ഡംപ് ചെയ്യുന്നതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്നത്. സൈനിക റിലേഷൻ ഒന്നും ഇപ്പോൾ ഇന്ത്യക്ക് ആവശ്യമില്ല ചൈനയുമായിട്ട് പറഞ്ഞിട്ട്. ചൈനയോട് ശക്തമായിട്ട് പറയുക, ഇന്ത്യയായിട്ടുള്ള ഏത് ബെറ്റർ റിലേഷനും ഇന്ത്യ തയ്യാറാണ്. പക്ഷേ പാകിസ്ഥാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഈ പറഞ്ഞ ബന്ധങ്ങൾ നിർത്തിയാൽ മാത്രമേ ഇന്ത്യയുടെ കൈ ഓർക്കാനും അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റിനെ അവർക്ക് കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നുള്ള ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് ഇന്ത്യക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കുറേയൊക്കെ മാറ്റങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യ കുറച്ച് നാളായിട്ട് വളരെ ഒരു ശക്തമായിട്ടുള്ള നിലപാട് എടുക്കുന്നതുകൊണ്ടാണല്ലോ ഈ രാജ്യങ്ങളിലേക്ക് തന്നെ സമീപനങ്ങൾ മാറുന്നത്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യക്കെതിരെ ഈ പറഞ്ഞ പ്രകോപനങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയെ കൂടുതൽ എന്താണ് പറയുന്നത്, ഈ ഇന്ത്യക്ക് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നിലപാട് ചൈന എടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശക്തിയായി മാറി എന്നുള്ളതിൻ്റെ ലക്ഷണം കൂടിയാണ്. അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഇന്ത്യയുടെ വളർച്ചയെ തടയാനും അതുപോലെ തന്നെ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ബാംഗ്ലാദേശിനെയും അല്ലെങ്കിൽ പാകിസ്ഥാനെയൊക്കെ ചൈന ഇപ്പോൾ കൂട്ടുപിടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ശക്തി പ്രാപിച്ചു വരികയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ചൈനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് ഇന്ത്യ വളരെ എന്താണ് പറയുക, ഒരു നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്ക് കോംപ്രമൈസുകളൊന്നും വരുത്താതെ അതിനെ ആ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് ബെറ്ററായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.